ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് തത്വങ്ങളെക്കുറിച്ചാണ്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ is ഫ്രഞ്ച് മാനേജ്മെന്റ് തിയറിസ്റ്റ്. He is a graduate from mining academy. Then he started his career as a mining engineer. Then from his experience, he organized a mining company and become the managing director of that mining company for 30 years. His life period is in between 1841 to 1925. His theories deals with the general administration of business. On the basis of his experience, he developed 14 principles of management, and it is published in his book called General and Industrial Management in 1917. His contribution is very much supported for the development of modern management. So, he is called as the father of general management. ഇന്നത്തെ വിഷയത്തിൽ ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് തത്വങ്ങളെ കുറിച്ചാണ്. 1841 മുതൽ 1925 വരെ ജീവിത കാലഘട്ടമുള്ള പ്രമുഖ ഫ്രഞ്ച് മാനേജ്മെന്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോൾ, അദ്ദേഹത്തിന്റെ ജോലി ആരംഭിക്കുന്നത് ഒരു മൈനിങ് എഞ്ചിനീയർ ആയിട്ടാണ്. അങ്ങനെ മൈനിങ് എഞ്ചിനീയറിംഗ് അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം മൈനിങ് എഞ്ചിനീയറായി ജോലി ആരംഭിക്കുകയും തുടർന്ന് അദ്ദേഹം സ്വന്തമായി ഒരു മൈനിങ് കമ്പനി ആരംഭിക്കുകയും അതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് 30ഓളം വർഷം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു മാനേജ്മെന്റ് പരിജ്ഞാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ അദ്ദേഹം നേടിയെടുത്ത അറിവുകളിൽ നിന്ന് അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പരിചയപ്പെടുകയും പരിശീലിക്കുകയും അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിചയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രവർത്തന പരിചയത്തിൽ നിന്നാണ് അദ്ദേഹം പ്രധാനമായും 14 തത്വങ്ങൾ മാനേജ്മെന്റിന് പ്രവർത്തനത്തെ വിപുലീകരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയെയും എഫക്റ്റീവ്നെസ്സും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 14 തത്വങ്ങൾ വികസിപ്പിച്ചെടുത്തത്. അത് അദ്ദേഹത്തിന്റെ പ്രമുഖമായ ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രമുഖമായ ബുക്കിലൂടെയാണ് അദ്ദേഹം അത് പരസ്യപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തെ മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവായും അറിയപ്പെടുന്നു. ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് എന്നും ഫാദർ ഓഫ് ദ മോഡേൺ മാനേജ്മെന്റ് എന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഹെൻറി ഫയോൾ. അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റ് ഫീൽഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമതായിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. The first principle propounded by Fayol is the division of work. As per this principle, he advocates that the total work of the organization should be divided into number of convenient parts or units. And these units or parts have to be assigned to an appropriately or properly qualified person.
അതായത് ഈ തത്വപ്രകാരം അദ്ദേഹം പറയുന്നു, ഒരു സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഉചിതമായ രീതിയിൽ വിഭജിക്കണം, അതായത് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റണം എന്ന് പറയുന്നു. അങ്ങനെ മാറ്റപ്പെടുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മുഴുവൻ വർക്കിനെ വിഭജിക്കപ്പെട്ട് നിർമ്മിക്കപ്പെടുന്ന ചെറിയ ഘടകങ്ങൾ ഉചിതമായ കഴിവുകളുള്ള ആൾക്കാർക്ക് ഏൽപ്പിച്ചു നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. ഏത് തത്വത്തിലൂടെ? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന തത്വത്തിലൂടെ. Then what is the aim of division of work? The objective of division of work is to specialization. That is, by doing a piece of work continuously, that person or that employee will become perfect and expert in that field of area, that field of work. Thereby can increase his efficiency and effectiveness in work. Then that ultimately leads to the effective performance of the organization. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഈ തത്വത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെ ചെറിയ ഘടകങ്ങളായി വിഭജിച്ച് ഉചിതമായ കഴിവുകളുള്ള വ്യക്തികൾക്ക്, എംപ്ലോയീസിന് അത് ഏൽപ്പിച്ചു നൽകുമ്പോൾ ആ തൊഴിലാളികൾ നിരന്തരം ഒരേ ജോലി തന്നെ ചെയ്യുകയാണെങ്കിൽ അവർ ആ തൊഴിലിൽ പ്രാവീണ്യം നേടും. അങ്ങനെ അവർക്ക് അവരുടെ തൊഴിലിൽ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഉണ്ടാവുമെന്നും അതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ കാര്യക്ഷമമായും ഫലപ്രദമായും നേടിയെടുക്കാം എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം? ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസിന്റെ ലക്ഷ്യമായിട്ട് ആര് മുന്നോട്ട് വെക്കുന്നത്? ഹെൻറി ഫയോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് principle of Henry Fayol. Then second one is that authority and responsibility. Authority എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം. Authority means the right to give orders and instructions and the power to get them executed. Authority means the right to give orders and instructions and the power to get them executed. അധികാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ഓർഡറുകൾ നൽകാനും ആ ഓർഡറുകൾ അതേ രൂപത്തിൽ നടപ്പാക്കിയെടുക്കാനുമുള്ള പവറിനെയാണ് എന്ത് പറയുന്നത്? അധികാരം എന്ന് പറയുന്നത്. Then what do you mean by responsibility? Responsibility means the obligation to perform the work assigned to an employee or a person. ഒരു വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തെയാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബാധ്യതയാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. According to Fayol, each and every position must have proper authority and responsibility. Authority and responsibilities are co-equal. Without authority, there is no meaning of responsibility. ഫയോൾ പറയുന്നു, ഒരു പൊസിഷന് ഉചിതമായ രീതിയിലുള്ള അധികാരവും ഉണ്ടായിരിക്കണം, ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. അധികാരവും ഉത്തരവാദിത്വവും ഒരേ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്, ഒരേ രൂപത്തിൽ സഞ്ചരിക്കുന്നതാണ്. ഗോ ഇൻ ഹാൻഡ് എന്നാ പറയുന്നത്. കയ്യും പിടിച്ചു പോകുന്ന രണ്ട് അവസ്ഥകളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രതിഭാസങ്ങളാണ് അധികാരവും ഉത്തരവാദിത്വവും. ഒരാൾക്ക് അധികാരമുണ്ടെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. അതായത് ഒരു മാനേജർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സബോർഡിനേറ്റിന് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു, ആ ഓർഡർ നടപ്പാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ ആ ഓർഡർ ആ സബോർഡിനേറ്റ് നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ആർക്കാണ്? ആ മാനേജർക്കാണ്. അപ്പൊ അധികാരമുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും എന്തുണ്ടാകണം? ഉത്തരവാദിത്തം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം?
ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. മൂന്നാമതായിട്ട് പറയുന്നത് the third principle of Henry Fayol is that discipline, അച്ചടക്കം. According to Fayol, discipline means the obedience and respect of organizational rules and superiors. Obedience and respect of organizational rule and superiors, that is called discipline. It is necessary for the good working of the organization. It is discipline is required in all levels of the organization. That means the top level must be disciplined, middle level, then lower level, workers, etc. Discipline is the essential component of the good working of the organization. അപ്പൊ മൂന്നാമതായിട്ട് പറയുന്നത് അച്ചടക്കം എന്നുള്ളതാണ്. എന്താണ് അച്ചടക്കം? അച്ചടക്കം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളെയും ആ സ്ഥാപനത്തിലുള്ള മേലധികാരികളെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അച്ചടക്കം കൊണ്ട് ആരുദ്ദേശിക്കുന്നത്? ഫയോൾ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആ സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തിന്റെ റൂളുകൾ എല്ലാവരും അനുസരിച്ചിരിക്കണം. മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ മേലധികാരികൾ, അതായത് ആർക്കാണോ കൂടുതൽ അധികാരമുള്ളത് അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, തർക്കങ്ങളില്ലാതെ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അച്ചടക്കം എന്നുള്ളത്. നാലാമതായിട്ട് പറയുന്നു യൂണിറ്റി ഓഫ് കമാൻഡ്, ഏക നിർദ്ദേശകത്വം. ഏക നിർദ്ദേശകത്വം. That is, according to this principle, Fayol says that only one boss, that means only one head or only one superior for any individual or for every individual. Only one boss for every individual. That means one individual or one subordinate should receive orders and instructions from only one boss. അതായത് ഒരു ബോസിന്, അതായത് ഒരു സബോർഡിനേറ്റിന് ഒരു ബോസ് മാത്രമേ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഒരു സബോർഡിനേറ്റ്, ഒരു കീഴ് ജീവനക്കാരൻ ഒരു മേൽ ജീവനക്കാരനിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കമാൻഡുകളോ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു സമയത്ത്. ഒന്നിൽ കൂടുതൽ മേലധികാരികളിൽ നിന്ന് ഒരു കീഴ് ജീവനക്കാരന് ഓർഡറുകളോ ഇൻസ്ട്രക്ഷൻസോ സ്വീകരിക്കേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകും, ഏത് ഓർഡർ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന്. അതിന്റെ ഫലം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓർഡറും ശരിയായ രീതിയിൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. That is, he is in confusion. Which order should be executed at first? That reduce his efficiency and the effectiveness in his performance. That will affect the organizational performance also, because organization is the group of individuals. അതായത് ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സമയത്ത് ഒരു സബോർഡിനേറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആരുടെ പ്രിൻസിപ്പിള്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളില് ആര് പറയുന്നത്? ഹെൻറി ഫയോൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ സബോർഡിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഒരു സബോർഡിനേറ്റിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ആ സബോർഡിനേറ്റിന് ഏത് സുപ്പീരിയറുടെ ഓർഡറാണ് കൃത്യമായ രീതിയിൽ നിർവഹിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം നിലനിൽക്കുകയും ആ നിലയിൽ അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി കുറയും എന്നുള്ളതാണ് ആര് പറയുന്നത്?
ഹെൻറി ഫയോൾ പറയുന്നത്. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന, ഏക നിർദ്ദേശകത്വം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അടുത്തതായിട്ട് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്? അടുത്തതായിട്ട് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്, ഏക നായകത്വം. അക്കോർഡിംഗ് ടു ഫയോൾ, ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ് must have one head and one plan. Each group of activity having the same objective must have one head and one plan. ഏതൊക്കെ ഗ്രൂപ്പിനാണോ ഒരേ ലക്ഷ്യമുള്ളത് ആ ഗ്രൂപ്പിനൊക്കെ ഒരു പ്ലാനും ഒരു മാനേജറും മാത്രമേ നയിക്കാൻ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം, അല്ലെങ്കിൽ ആര് നിർദ്ദേശിക്കുന്നത്? ഹെൻറി ഫയോൾ നിർദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവും, വിവിധ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ആ വിവിധ സൂപ്പർവൈസേഴ്സിന്റെ കീഴിൽ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാവും. പക്ഷെ അവരുടെ ഒക്കെ ലക്ഷ്യം എന്താണ്? പ്രൊഡക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോ ആ വിവിധ സൂപ്പർവൈസേഴ്സിന്റെ കീഴിലുള്ള വർക്കേഴ്സിന് അവർ വിവിധ ഗ്രൂപ്പുകളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടെ അവിടെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഹെഡും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ. 3 ഗ്രൂപ്പുണ്ട്. ആ 3 ഗ്രൂപ്പിനും ഒരേ ലക്ഷ്യമാണ്. അവർക്ക് 3 പ്ലാനുകളും 3 ഹെഡുമാണെങ്കിൽ 3 പ്ലാൻ അനുസരിച്ച് 3 ഹെഡ് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിലൂടെയാണ് സഞ്ചരിക്കുക. അങ്ങനെ വരുമ്പോ സ്ഥാപനത്തില് ഒരേ പ്രവർത്തനം തന്നെ പലരും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അതിന്റെ കോസ്റ്റ് കൂടുന്നു, സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി കുറയുന്നു, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ കാലതാമസം നേരിടുന്നു, സ്ഥാപനം ചിലപ്പോൾ നഷ്ടത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാം എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഫയോളിന്റെ അഭിപ്രായം. അതാണ് പറയുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഏക നിർദ്ദേശകത്വമാണെങ്കിൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏക നായകത്വമാണ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സമയത്ത് ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. അതേസമയം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിനാണോ കോമൺ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് അതിനൊരു കോമൺ പ്ലാനും അതുപോലെ തന്നെ കോമൺ ഹെഡും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആറാമത്തെ പ്രിൻസിപ്പിള്, ഫയോൾ പറയുന്ന ആറാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യങ്ങൾ സമൂഹത്തെ താല്പര്യങ്ങൾക്ക് താഴെയാണ്. വ്യക്തി താല്പര്യത്തിന് 2ാം സ്ഥാനവും സമൂഹ താല്പര്യത്തിന്, അതായത് സ്ഥാപന താല്പര്യം 1ാമതുമാണ് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. ദാറ്റ് ഈസ് പ്രൈമറി ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൺ ടു ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ദാൻ ദാറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. So the effort of the manager is here to blend the interest of both individuals and groups in order to attain organizational objectives. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവരവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം. ആ താല്പര്യത്തിന് ഉപരിയായിട്ടായിരിക്കണം ഏതിന് താല്പര്യം? ആ സ്ഥാപനത്തിന് താല്പര്യമായിട്ടുണ്ടാകേണ്ടത്. അപ്പോ അവിടെ ഒരു മാനേജറുടെ റോള് വരികയാണ്. വ്യക്തി താല്പര്യങ്ങളും സ്ഥാപനത്തിന് താല്പര്യവും തമ്മിൽ യോജിപ്പിച്ച് നല്ല രീതിയിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില സീസൺ സമയത്ത് 2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യണം, അതിനനുസരിച്ച് വേതനം നൽകുന്നു. പക്ഷെ തൊഴിലാളികൾ അതിന് തയ്യാറാകുന്നില്ല.
അപ്പൊ സ്ഥാപനത്തിൽ ലക്ഷ്യം നേടാൻ സാധിക്കില്ല. അപ്പൊ മാനേജറുടെ റോൾ അവിടെ വരികയാണ്. മാനേജർ തൊഴിലാളികൾക്ക് ഉചിതമായ സൗകര്യങ്ങൾ നൽകി അവരുടെ ലക്ഷ്യം സഫലീകരിക്കുന്ന രീതിയിൽ സ്ഥാപനത്തിന് ആവശ്യമായ 2 മണിക്കൂർ അധികം ജോലി ചെയ്യുന്നതിലേക്ക് ആ വർക്കേഴ്സിനെ കൊണ്ട് തയ്യാറാക്കിയെടുക്കുക. അതാണ് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. സ്ഥാപനത്തിലെ ലക്ഷ്യമാണ് പരമപ്രധാനം. അതിനുശേഷം മാത്രമേ ഏത് ലക്ഷ്യത്തെ പരിഗണിക്കാവൂ, വ്യക്തി താല്പര്യങ്ങൾ പരിഗണിക്കാവൂ എന്നുള്ളതാണ് ഫെയോളിന്റെ അഭിപ്രായം. വ്യക്തി താല്പര്യത്തിനാണ് പ്രാധാന്യം കൂടുതലെങ്കിൽ ആ സ്ഥാപനം ഒരിക്കലും സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല. അത് പരസ്പരം വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും അത് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യില്ല എന്നുള്ളതാണ് ഫെയോള് പറയുന്നത്. ദെൻ 7ാമത്തെ പ്രിൻസിപ്പിള്, ഫെയോൾ പറയുന്ന 7ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെമുനറേഷൻ ടു എംപ്ലോയീസ്. തൊഴിലാളികൾക്ക് വേതനം നൽകണം. റെമുനറേഷൻ ഈസ് ദ മീൻസ് ഓഫ് motivation and source of satisfaction. It must be fair and equitable, and pay should be fair with the capacity or within the capacity of the firm. That is the explanation of the remuneration to employees, the principle of remuneration to employees. അതായത് തൊഴിലാളികൾക്ക് ഉചിതമായ രീതിയിലുള്ള വേതനം നൽകിയിരിക്കണം. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വേതനം ഫെയർ ആയിരിക്കണം, അത് ഇക്വിറ്റബിൾ ആയിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഫെയർ വിതിൻ ദ കപ്പാസിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്ന്, സ്ഥാപനത്തിന്റെ വരുമാനത്തിനനുസരിച്ചുള്ള റെമുനറേഷനെ നൽകേണ്ടതുള്ളൂ. ചില സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാകും. അവർ വലിയ വേതനം കൊടുക്കുന്നതനുസരിച്ച് ചെറിയ രീതിയിലുള്ള വരുമാനമുള്ള സ്ഥാപനത്തിന് നൽകാൻ സാധിക്കില്ല. അപ്പൊ സ്ഥാപനത്തിന്റെ വരുമാനത്തിനനുസരിച്ച് ഉചിതമായ രീതിയിലുള്ള വരുമാനം അല്ലെങ്കിൽ വേതനം ആർക്ക് നൽകിയിരിക്കണം? തൊഴിലാളികൾക്ക് നൽകിയിരിക്കണം. കാരണം ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. ഒരു തൊഴിലാളിയെ പ്രേരിപ്പിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും, അയാൾ കൊടുക്കുന്ന റെമുനറേഷൻ കൊണ്ട് സാധിക്കും. മാത്രമല്ല ഒരു തൊഴിലാളികൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് അയാൾക്ക് ലഭിക്കുന്ന വേതനത്തിലൂടെയുമാണ്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ പ്രോപ്പർ വേജ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആര് സജസ്റ്റ് ചെയ്യുന്നത്? ഹെൻറി ഫെയോൾ സജസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള റെമുനറേഷൻ ടു എംപ്ലോയീസ് എന്നുള്ളത്. ദെൻ 8ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. എന്താണ് കേന്ദ്രീകരണം? സെൻട്രലൈസേഷൻ മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്, ദാറ്റ് ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരം ഏതെങ്കിലും ഒരു ലെവലിൽ മാത്രം നിക്ഷിപ്തമാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തെയാണ് നമ്മൾ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്താ കേന്ദ്രീകരണത്തിന്റെ അവസ്ഥ ഉണ്ടാവുക? താഴെ തട്ടിലുള്ള സൂപ്പർവൈസർക്ക് മുകളിലെ തട്ടിലുള്ള മാനേജിംഗ് ഡയറക്ടറുടെ കയ്യിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ വരണം. എന്നാൽ മാത്രമേ സൂപ്പർവൈസർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർവൈസർക്ക് സൂപ്പർവൈസറുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അധികാരം ഇല്ല. അധികാരം മുഴുവൻ ആർക്ക്? മാനേജിംഗ് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ചെയർമാന്, ടോപ്പ് ലെവലിന്. അതിനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ ഇൻ ദ ടോപ്പ് ലെവൽ ഓർ ഇൻ ദ ഫ്യൂ ലെവൽസ് എന്ന് പറയുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഏതെങ്കിലും ഒരു ലെവലിൽ, അതായത് ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്, കേന്ദ്രീകരണമാണ്, അധികാരത്തിന്റെ കേന്ദ്രീകരണമാണത്. അപ്പൊ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിലെ തട്ടിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ തീരുമാനം എടുക്കാൻ കാലതാമസം ഉണ്ടാവും. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് അതിന്റെ ഒരു ബാഡ് എഫക്റ്റ്. ആ നെഗറ്റീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലായിരിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ മീൻസ് ദ ഡിസ്പേഴ്സൽ ഓഫ് decision making power among different levels. The dispersal or the distribution of decision making power among different levels, that is called decentralization. അപ്പൊ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വ്യത്യസ്ത തലങ്ങളിലേക്ക് വിഭജിച്ച് നൽകപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സൂപ്പർവൈസറി ലെവലില്, ലോവർ ലെവലില് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം സൂപ്പർവൈസർക്ക് നൽകുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ ആണ്. മിഡിൽ ലെവൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് അധികാരം നൽകുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ ആണ്. അങ്ങനെ ടോപ്പ് ലെവലിലുള്ള അധികാരങ്ങൾ ഉചിതമായ തലങ്ങളിലേക്ക് ഉചിതമായ അളവിൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു, സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഏതാനും വ്യക്തികളിൽ നിക്ഷിപ്തമാവുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വ്യത്യസ്ത തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ ആണ്. ബോത്ത് ആർ ഡേഞ്ചറസ് ഹിയർ. രണ്ടും ഡേഞ്ചറാണ്. അധികാരം ഒരാളിൽ മാത്രം നിക്ഷിപ്തമാവുകയാണെങ്കിൽ അയാളുടെ പൂർണ്ണ അധികാരം വിനിയോഗിക്കും, മറ്റുള്ളവർക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല, തീരുമാനങ്ങൾ എടുക്കാൻ വൈകും, സ്ഥാപനം അതിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതിലൂടെ സ്ഥാപനം അതിന്റെ പുവർ പെർഫോമൻസിലേക്ക് കടന്നു ചെല്ലും. അതൊരു ഡിമെറിറ്റ് ആണ് സെൻട്രലൈസേഷന്റെ. എന്നാൽ ഡീസെൻട്രലൈസേഷന്റെ ഡിമെറിറ്റ് എന്താണ്? അധികാരങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഓരോ യൂണിറ്റുകളും അവരുടെ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങും. അവരൊരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് മാറും. ഒരു സൂപ്പർവൈസർ ഇൻഡിപെൻഡന്റ് യൂണിറ്റ്, മറ്റൊരു സൂപ്പർവൈസർ ഇൻഡിപെൻഡന്റ് യൂണിറ്റ്, എല്ലാവർക്കും അവരുടെ അധികാരങ്ങളുടെ അവരുടെ ഉത്തരവാദിത്വമുണ്ട്. അവരൊക്കെ ഇൻഡിപെൻഡന്റ് യൂണിറ്റുകളായിട്ട് മാറുന്നു. അങ്ങനെ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് മാറുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോ സ്ഥാപനത്തില് ടോപ്പ് ലെവലിന് വ്യക്തമായ നിയന്ത്രണങ്ങള് ആരുടെ മുകളിൽ ഉണ്ടാകുന്നില്ല, വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടാകില്ല, അത് കുറയും. അങ്ങനെ സ്ഥാപനം അതിന്റെ പുവർ പെർഫോമൻസിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും ഉണ്ടെന്ന് പറയുന്നു. ഹിയർ ദ റോൾ ഓഫ് എ മാനേജർ കംസ്. That there should be a manager should try to make a balance between centralization and decentralization. രണ്ടും വേണം. പക്ഷെങ്കിൽ ഉചിതമായ രീതിയിൽ ബാലൻസ് ചെയ്യപ്പെടുന്നത് പോലെ ഡീസെൻട്രലൈസേഷനും കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. അടുത്ത 9ാമത്തെ പ്രിൻസിപ്പിള് എന്ന് പറയുന്നത് എന്താണ്? സ്കാലാർ ചെയിൻ ആണ്. സ്കാലാർ ചെയിൻ, scalar chain or chain of command. It is ranging from top level to bottom level. സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ്, അധികാരത്തിന്റെ ശ്രേണി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ്. ഏറ്റവും കൂടുതൽ അധികാരം ടോപ്പ് ലെവലില്, പിന്നെ മിഡിൽ ലെവലില്, ലോവർ ലെവലില്, അങ്ങനെ ഓരോ തലങ്ങളിലേക്ക് ഒഴുകി വരികയാണ് ഏത്? അധികാരം. This chain is also called chain of communication. ഈ ചെയിൻ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. All informations are moved from top to bottom. എല്ലാ വിവരങ്ങളും ഏതിലൂടെ മാത്രമേ വരികയുള്ളൂ? ആ ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ വരികയുള്ളൂ. ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഇൻവേർട്ടഡ് വി ഡയഗ്രാം കാണും. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം. 2 വിങ്ങുകളാണ്. ആ 2 വിങ്ങുകൾ എന്ന് പറയുന്നത് ഓരോ തലങ്ങളും അതിന് 2 വിങ്ങുകളായിട്ട് വരുന്നു. ഏറ്റവും മുകളിലിരിക്കുന്ന, ഏറ്റവും കോർണറിലിരിക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം. അത് നെക്സ്റ്റ് ഓരോ ലൈനിലേക്കും പോവുകയാണ്. അതിനെ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ആസ് പെർ സ്കാലാർ ചെയിൻ, ഇൻഫർമേഷൻസ് ഫ്ലോസ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. എല്ലാ വിവരങ്ങളും ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്കാണ് ഒഴുകുന്നത്. Then upward also, from lower to top through the middle level.
വിവരങ്ങൾ ആ വഴിയിലൂടെ പിന്നെന്താണ് ചാനലിലൂടെ മാത്രമേ ഒഴുകുള്ളൂ. മുകളിൽ നിന്ന് താഴോട്ടേക്കും അതുപോലെ താഴെ നിന്ന് മുകളിലേക്കും. ഇതിന് ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. അതായത് ഡിലേ ഇൻ ഫ്ലോ ഓഫ് ഇൻഫർമേഷന്റെ ഒഴുക്കിനുള്ള തടസ്സം. ദെൻ ഡിസ്റ്റോർഷൻ ഓഫ് ഇൻഫർമേഷൻ, ഒരു തലത്തിൽ നിന്ന് ഇൻഫർമേഷൻ മറ്റൊരു തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ വിവരങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകാം. പിന്നെ ഫോർമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നടക്കുള്ളൂ, ഔപചാരികമായിട്ടുള്ള കത്തിടപാടുകൾ മാത്രമേ നടക്കുള്ളൂ, ഓറൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടക്കില്ല. അങ്ങനെ പല ഡീമെറിറ്റ്സും ഏതിനുണ്ട്, ഈ ചാനലിലൂടെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ട്. അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൻറി ഫയോൾ പറയുന്ന ഒരു താൽക്കാലിക സംവിധാനത്തെയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയും. ഗാങ് പ്ലാങ്ക് എന്താണ്? ഗാങ് പ്ലാങ്ക് മീൻസ് ദ ടെമ്പററി ബ്രേക്കിംഗ് ഓഫ് സ്കാളാർ ചെയിൻ ടു ഈസ് കമ്മ്യൂണിക്കേഷൻ. വിവര കൈമാറ്റം എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കാളാർ ചെയിനെ എന്ത് ചെയ്യുക? ഒന്ന് മുറിക്കുക. ബൈ ബ്രേക്കിംഗ് ദ സ്കാളാർ ചെയിൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് സെയിം ലെവൽ ഈസിലി. ഈ ഇൻവേർട്ടഡ് വി ഷേപ്പിൽ നമ്മൾ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു വര കാണുന്നുണ്ട്. അതായത് ഒരു സെയിം ലെവലുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണത്. അതാണ് ഗാങ് പ്ലാങ്ക്. അതായത് നേരത്തെ കമ്മ്യൂണിക്കേഷൻ മുകളിൽ നിന്ന് വരണം താഴേക്ക്, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകണം. സെയിം ലെവൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലെവലിൽ നിന്ന് അത് മുകളിലേ തലത്തിലേക്ക് പോയിട്ട് അത് താഴെ വീണ്ടും അപ്പുറത്തെ ലൈനിലൂടെ താഴെ തലത്തിലെത്തണം. അപ്പൊ ഒരുപാട് സമയം പിടിക്കും. എല്ലാ തലങ്ങളിലും ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സെയിം ലെവലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കാളാർ ചെയിൻ എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം, അത് മുറിക്കാം, അവർക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണെന്ന് പറയാ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്കാളാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ദ ചെയിൻ ഓഫ് കമാൻഡ് റേഞ്ചിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. Informations are passed through this channel from bottom to top and top to bottom. In order to communicate with two levels, or in order to communicate with the same level, these have to be passed through the top level. In order to avoid the delay in communication, Fayol suggests the temporary breaking of scalar chain, that is called gang plank. അതിനെയാണ് ഗാങ് പ്ലാങ്ക്. ഇങ്ങനെ താൽക്കാലികമായി ലെവല് മുറിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ നേരെ കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് സ്കാളാർ ചെയിൻ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിനും ഒരു ഫോർമൽ ഓർഡർ ഉണ്ടാവണം, ആ ഓർഡറിലൂടെ അത് പാസ് ചെയ്യണം. ആ പാസ് ചെയ്യുന്നത് ഡിലേ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ചെയിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുന്നതിനെ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നു. സ്കാളാർ ചെയിൻ എന്താണ്? സ്കാളാർ ചെയിൻ is the chain of command or chain of communication ranging from top to bottom. The breaking of scalar chain for easy communication is called a gang plank. Okay. The next 10th principle is that order. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാകണം. That is according to Fayol. A place for everything, and everything must be kept in its place. That is the order. According to Fayol, order means a place for everything, and everything must be kept in its place. എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടാകണം, ആ സ്ഥലത്ത് എല്ലാം ഉണ്ടായിരിക്കുകയും വേണം. Two kinds of orders are there: physical order and social order. Material order and social order. Material order means the order for the things. സാധനങ്ങൾക്കുള്ള, പുസ്തകത്തിനായാലും പേനകൾക്കായാലും മറ്റുള്ള മെഷീൻസിനായാലും ടൂൾസുകൾക്കായാലും ഒക്കെ ഓരോ സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് ആ മെഷീൻസ് ഉണ്ടാവണം, ആ സ്ഥലത്ത് ആ പേന ഉണ്ടാകണം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ ബുക്ക് ഉണ്ടാകണം. അങ്ങനെ എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ടാകണം സാധനങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് ഒരു വ്യക്തിക്കും സ്ഥാനം ഉണ്ടാവണം. അതിനാണ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. എവരിവൺ ഹാസ് എ പ്ലേസ് ആൻഡ് എവരിവൺ മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ് ഓർ ഇൻ ദർ പ്ലേസ്. എല്ലാവർക്കും ഒരു സ്ഥലം ഉണ്ടാവണം, അവർ അവരുടെ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. അതായത് മാനേജിംഗ് ഡയറക്ടർക്ക് ഒരു ക്യാബിൻ ഉണ്ടാവണം, സൂപ്രണ്ടന്റിന് ഒരു ക്യാബിൻ ഉണ്ടാവണം, ക്ലർക്കിന് ഒരു ക്യാബിൻ ഉണ്ടാവണം, ആ ക്ലർക്കിന് ആ ക്യാബിനിൽ ക്ലർക്ക് ഉണ്ടാവണം. അതുപോലെ സൂപ്രണ്ടന്റിന്റെ സ്ഥലത്ത് സൂപ്രണ്ടന്റ് ഉണ്ടാവണം.
അങ്ങനെ എല്ലാത്തിനും, അതായത് വ്യക്തികൾക്കും സാധനങ്ങൾക്കും ഒരു സ്ഥാപനത്തില് ഒരു സ്ഥലമുണ്ടായിരിക്കണം. ആ സ്ഥലത്ത് ആ വ്യക്തിയോ അല്ലെങ്കിൽ സാധനങ്ങളോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി വർദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അൺവാണ്ടഡ് മൂവ്മെന്റ്സിലൂടെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി കുറയും. അതായത് ടൈം കൺസ്യൂം ചെയ്യപ്പെടും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതാണ് ഓർഡർ. The next 11th principle is that equity. Equity means equality, justice, samatvam. That is equitable or equal treatment of for all. Managers should take care of equitable and equal treatment for all. They are in one position or one level. ഒരു ലെവലിലുള്ള ആൾക്ക് അവരുടെ ലെവലിലുള്ള എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഇൻ കേസ് ഓഫ് സെക്സ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, nationality, etc. No kind of discrimination is allowed in organization. ഒരു തരത്തിലുള്ള വിവേചനവും എന്നുണ്ടാവാൻ പാടില്ല, ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല. മാനേജേഴ്സ് ഇക്വിറ്റബിൾ ആയിട്ടായിരിക്കണം എല്ലാവരെയും ട്രീറ്റ് ചെയ്യേണ്ടത്. That is, Fayol insists the equitable treatment of everyone in an organization. That treatment depends on the levels. The next one is that stability of personnel. വ്യക്തികളുടെ സ്ഥിരത. That is, frequent changes of positions of employees should not be allowed. Frequent turnover, that means change of position of employees, are not allowed, because if it is allowed, that will increase the cost of adjustment. One employee is appointed for a particular post and he will take a little time for adjusting in that post and to generate some output. Before that, if he is transferred to another department, he also requires some time in that department. There is a cost in the matter of time. That will reduce his efficiency and organizational efficiency also. അതായത് വ്യക്തികളെ നിരന്തരം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ പാടില്ല. അതായത് സ്ഥാപനത്തിനകത്തു നിന്നും അതുപോലെ സ്ഥാപനത്തിന് വെളിയിലേക്കും ആൾ നിരന്തരം സ്ഥാനചലനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം? ഏത് പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ഒരു വ്യക്തിയെ ഒരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്ത് അയാൾ ആ പോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് അയാൾ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്ത പോസ്റ്റിലും അയാൾക്ക് കുറെ സമയം ആവശ്യമാണ്. എന്തിന്? ആ പോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സമയപരമായ നഷ്ടം എന്ന് പറയുമ്പോൾ അതിനും കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിന് ഒരു തരത്തിലുള്ള ഔട്ട്പുട്ടും അയാളിൽ നിന്ന് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ അത് സ്ഥാപനത്തിന്റെ ഇൻഎഫിഷ്യൻസിയിലേക്ക് ബാധിക്കും. ആ വ്യക്തിയുടെ ഇൻഎഫിഷ്യൻസിയിലൂടെ അത് സ്ഥാപനത്തിന്റെ ഇൻഎഫിഷ്യൻസിയിലേക്ക് എത്തുമെന്നാണ്. അതുകൊണ്ട് വ്യക്തികളുടെ സ്ഥാനചലനത്തിന് ഒരു സ്ഥിരത ഉണ്ടാകണം. ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ വേണ്ടി വരും. അതിനൊക്കെ ഒരു സ്ഥിരത ഉണ്ടാകണം, ഒരു പീരീഡ് ഉണ്ടാവണം. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. ദെൻ 13ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് ആണ്. Initiative means the ability of a person to plan and to take actions without the assistance of others. Ability of a person to think and action without the assistance of others, that is called initiative. അതൊരാളുടെ കപ്പാസിറ്റിയാണ്. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരാളുടെ കപ്പാസിറ്റിയാണ്. എന്തിനുള്ള കപ്പാസിറ്റി? സ്വന്തമായി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാൻ നടപ്പിലാക്കാനും അതിലൂടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനുമുള്ള ഒരാളുടെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇത് സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു കപ്പാസിറ്റിയാണ്. According to Fayol, managers should take care of creating initiative among the workers. വർക്കേഴ്സിനിടയിൽ ഇനീഷ്യേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. Managers have to give an opportunity to the workers to take decisions.
or to do something without considering the top level as their own. അവരുടേതായിട്ട് ടോപ്പ് ലെവലിനെയോ മറ്റുള്ളവരെയോ പരിഗണിക്കാതെ ബെറ്റർ വേയിൽ കാര്യങ്ങൾ ചെയ്യാൻ വർക്കേഴ്സിന് സബോർഡിനേറ്റ്സിന് അവസരങ്ങൾ നൽകണം. ആര്? മാനേജേഴ്സ്. അതായത് സബോർഡിനേറ്റ് ഇനീഷ്യേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ്. അപ്പൊ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് സ്ഥാപനത്തിന്റെ ബെറ്റർ പെർഫോമൻസിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അത് അവരുടെ ലോയൽറ്റി വർദ്ധിപ്പിക്കും, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ലോയൽറ്റി ഒക്കെ വർദ്ധിപ്പിക്കും. ഞാൻ എടുത്ത തീരുമാനം ഞാൻ നടപ്പിലാക്കുമ്പോൾ എന്റെ കോൺഫിഡൻസ് വർദ്ധിക്കും, എനിക്ക് എന്റെ പ്രവർത്തനത്തോട് ആത്മാർത്ഥതയുണ്ടാകും. അങ്ങനെ വർക്കേഴ്സിന് ഇനീഷ്യേറ്റീവ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യണം, മാനേജേഴ്സ് അറേഞ്ച് ചെയ്യണം. അതാണ് 13ാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് ആര് പറയുന്നത്? ഫയോള് പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എസ്പ്രിറ്റ് ഡി കോപ്സ്. എസ്പ്രിറ്റ് ഡി കോപ്സ്. ദ മീനിങ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് ദ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ദാറ്റ് ഈസ് ദ മാനേജേഴ്സ് ഷുഡ് എൻകറേജ് ദ യൂണിറ്റി among the workers rather than conflict. Then while dealing with the workers or the subordinates, managers always use the word we instead of I. That means the managers must have the capacity to develop we feeling. That is the principle, last principle suggested by F.W. Taylor, that is the esprit de corps. അതായത് ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നതാണ് യൂണിറ്റി ഈസ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ഥാപനത്തില് എല്ലാവരും ഒന്നാണ്. വി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര് ശ്രമിക്കണം? മാനേജേഴ്സ് ശ്രമിക്കണം. ഇത്രയുമാണ് മഹത്തരങ്ങളായിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ്. നമുക്ക് പ്രിൻസിപ്പിൾസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് നോക്കാം. ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക്. സ്ഥാപനത്തിലെ മുഴുവൻ വർക്കുകളും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് മതിയായ രീതിയിലുള്ള യൂണിറ്റുകളാക്കി അത് ഏബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും, സ്ഥാപനത്തിന് വളർച്ചയുണ്ടാകുന്നു. 2, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓരോ വ്യക്തികൾക്കും മതിയായ രീതിയിലുള്ള അതോറിറ്റി ഉണ്ടാകണം, അവർക്ക് ഉചിതമായ രീതിയിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. 3, ഡിസിപ്ലിൻ. സ്ഥാപനത്തിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, അത് ഏത് ലെവലിലായാലും ശരി. സ്ഥാപനത്തിന്റെ റൂളുകളും സുപ്പീരിയേഴ്സിനെയും അധികാരത്തെയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം, ഇല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. 4, യൂണിറ്റി ഓഫ് കമാൻഡ്. ഏക നിർദ്ദേശകത്വം. ഒരു സബോർഡിനേറ്റിന് ഒരു സമയത്ത് ഒരു സുപ്പീരിയർ മാത്രമേ നിർദ്ദേശങ്ങൾ നൽകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബോസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എങ്കിൽ ആ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി വർദ്ധിക്കും, കൺഫ്യൂഷൻ ഇല്ലാതെ. അടുത്തത് ഏക നായകത്വമാണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാനോ ഒരു നേതൃത്വമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ നേതൃത്വമോ ഒന്നിൽ കൂടുതൽ പ്ലാനുകളോ ഉണ്ടെങ്കിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പല വഴിക്ക് നീങ്ങപ്പെടും. അതുകൊണ്ട് സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടപ്പെടില്ല. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യങ്ങൾ 2ാം സ്ഥാനത്ത് പരിഗണിക്കപ്പെടണം, സ്ഥാപനത്തിന്റെ താല്പര്യങ്ങളാണ് 1ാം സ്ഥാനത്തേക്ക്. അപ്പൊ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, ഏതിനേക്കാള്? വ്യക്തി താല്പര്യങ്ങളെക്കാള്. അതിന് അങ്ങനെയുള്ള ഒരു 2 ലക്ഷ്യങ്ങളെയും ബ്ലെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു എഫേർട്ട് ആരുടെ ഭാഗത്തുനിന്നുണ്ടാകണം? മാനേജറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അടുത്ത 7ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം നൽകിയിരിക്കണം, അത് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം. ഫെയർ എന്ന് പറയുമ്പോൾ അത് സ്ഥാപനത്തിന്റെ കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുള്ളത് കൊണ്ടായിരിക്കണം. 8ാമത് പറയുന്നു സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അധികാര കേന്ദ്രീകരണമാണ്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണമാണ്. സ്ഥാപനത്തില് ഈ 2 കാര്യങ്ങൾ തമ്മിൽ പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. അധികാര വികേന്ദ്രീകരണവും കേന്ദ്രീകരണവും തമ്മിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. 9ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് സ്കാളാർ ചെയിൻ ആണ്. എന്താണ് സ്കാളാർ ചെയിൻ? സ്കാളാർ ചെയിൻ ഈസ് എ ചെയിൻ ഓഫ് കമാൻഡ് ഓർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ. വിവരങ്ങളെ കൈമാറ്റത്തിനുള്ള ഒരു ശൃംഖലയാണത്. ആ ശൃംഖലയിലൂടെയാണ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക. അധികാരത്തിന്റെ ശൃംഖലയുമാണ്. മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴെ നിന്ന് മുകളിലോട്ടേക്കും വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ശൃംഖലയിലൂടെയാണ്.
ഒരേ തലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ വിവരങ്ങൾ മുകളിലെ തലത്തിൽ പോയി വേണം ആ അടുത്ത തലത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ 2 ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കൊടുക്കുന്ന വിവരം അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ പോയി അത് എന്നിട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുള്ളൂ. അത് കാലതാമസം ഉണ്ടാക്കും. അങ്ങനെ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഡിപ്പാർട്ട്മെന്റുകൾക്കും നേരെ സംസാരിക്കാനുള്ള ഒരു ഉപാധി ഫയോൾ മുന്നോട്ട് വെക്കുന്നു. ആ ഉപാധിയെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതായത് ടെമ്പററി ബ്രേക്കിംഗ് ഓഫ് സ്കാളർ ചെയിൻ ടു ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കാളർ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. പിന്നെ 10ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഓർഡർ ആണ്. എന്താണ് ഓർഡർ? എല്ലാത്തിനും എല്ലാവർക്കും ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ആ സ്ഥലത്ത് എല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 11ാമതാണ് ഇക്വിറ്റി ആണ്, സമത്വം. എല്ലാവരും സമന്മാരാണ്. സ്ഥാപനത്തില് സമത്വ രീതിയിലുള്ള ഇടപെടലുകൾ മാത്രമേ മാനേജേഴ്സ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് ഒരു ലെവലില് ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും പാടില്ല. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ മറ്റുള്ള എന്തിന്റെ തരത്തിലായാലും ശരി ഡിസ്ക്രിമിനേഷൻസ് ഒരു തരത്തിലും പാടില്ല എന്നുള്ളതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12ാമത് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. വ്യക്തികൾക്ക് സ്ഥാപനത്തിൽ സ്ഥിരതയുണ്ടായിരിക്കണം. വ്യക്തികളുടെ പൊസിഷന് സ്ഥിരത ഉണ്ടായിരിക്കണം. നിരന്തരം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ മാറ്റാൻ പാടില്ല. ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് വെളിയിലേക്കോ പുതിയ ആളെ എടുക്കുകയോ അങ്ങനെ. വ്യക്തികൾ നിരന്തരം പൊസിഷനിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്ഥാപനത്തിന്റെ ഇൻഎഫിഷ്യൻസിയിലേക്ക് നയിക്കും. അതായത് ആ വ്യക്തികൾക്ക്, ഓരോ പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്ക് ആ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കുറെ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കോസ്റ്റ് അവിടെ ഉണ്ടാകും. അടുത്തത് ഇനീഷ്യേറ്റീവ് ആണ്. കാര്യങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യാനുള്ള എബിലിറ്റി മാനേജേഴ്സ് വർക്കേഴ്സിന് നൽകണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് പറയുന്നത്. മാനേജേഴ്സ് ഷുഡ് ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് വർക്കേഴ്സിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനുള്ള ഒരു എൻവയോൺമെന്റ് മാനേജേഴ്സ് സൃഷ്ടിക്കണം. ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? എസ്പിരിറ്റ് ഈസ് ക്രോപ്സ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യം മഹാബലം. ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഏത് ലക്ഷ്യവും ഈസി ആയിട്ട് നേടിയെടുക്കാം. അതുകൊണ്ട് മാനേജേഴ്സ് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഐ എന്ന് പറയുന്നതിന് പകരം വി എന്ന് പറയണം എന്നാണ് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ഞാൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ന് പറയുന്ന പദം ആരുപയോഗിക്കണം? മാനേജേഴ്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഹെൻറി ഫയോളിന്റെ അഭിപ്രായം. ഇത്രയുമാണ് ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസ്. Okay?